പൊങ്ങുന്നതും ഒക്കെ കാണുന്നത് സാധാരണഗതിയിൽ എവിടെങ്കിലുമൊക്കെ പറഞ്ഞു കേൾക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ പരിസര പ്രദേശത്ത് തന്നെ, നമുക്കറിയാവുന്ന ഇടത്തു തന്നെ ഇത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. ഏതായാലും അൽഹംദുലില്ലാ, സുന്നത്ത് ജമാഅത്ത് അജയ്യമാണ്. മാത്രമല്ല, ഈ സ്വന്തം മക്കള് തന്നെ ബാപ്പയുടെ ഖബറ് മാന്തുക എന്ന് പറയുന്നത് എത്രമാത്രം ദയനീയമായ കാര്യമാണ്, എത്രമാത്രം ഒരു പിതാവിനോട് ചെയ്യുന്ന നിന്ദയാണ്, നന്ദികേടാണ്. സ്വന്തം മക്കൾ തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. നിങ്ങൾ ആ ഫോട്ടോയിൽ കാണുന്നത് പോലെ ആ താടി നീണ്ട ആളൊക്കെ ഈ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ മക്കൾ തന്നെയാണ്. അവരൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ മറ്റു പുത്തനാശയങ്ങളിലൊക്കെ പെട്ടുപോയി എന്നതാണ് ദയനീയമായ കാര്യം. ഞാൻ അതൊന്നും ഇപ്പോൾ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഏതായാലും ചെറുവാടിയിൽ ഇന്ന് നടന്നിട്ടുള്ളത് അത് യാഥാർത്ഥ്യമാണ്, അത് സംഭവിച്ചിട്ടുള്ളതാണ് എന്നെന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അറിയിക്കുകയാണ്. നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടുതൽ വിവരങ്ങളും വിഷയങ്ങളും അറിയുന്നതിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ആ ഫോട്ടോയിൽ കാണുന്നത് പോലെ, നിങ്ങൾ ഒരു പക്ഷെ ആ ഫോട്ടോ കൊടുത്തതെന്ന് എനിക്കറിയില്ല, അതിൽ കാണുന്നത് പോലെ ബഹുമാനപ്പെട്ട നാസർ ചെറുവാടി മാസ്റ്റർ, അതുപോലെ ബഹുമാനപ്പെട്ട കീലത്ത് മുഹമ്മദ് മാസ്റ്ററൊക്കെ നമ്മുടെ സുന്നി പ്രസ്ഥാനത്തിന്റെ അജയ്യരായ നേതാക്കളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മഹല്ലാണ് ഈ ചെറുവാടി മഹല്ല്. അവിടെ ഇല്ലാത്ത പാർട്ടിയും അതുപോലെ തന്നെ ഇല്ലാത്ത മതവിശ്വാസികളൊന്നുമില്ല. എല്ലാ ജാതിയും എല്ലാ വിഭാഗവും ആ പ്രദേശങ്ങളിലുണ്ട്. ജമാഅത്തും മുജാഹിദും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മതമുള്ളവനും മതമില്ലാത്തനും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ ചെറുവാടിയും കൊടിയത്തൂരും ഒക്കെ. അത് കൊടിയത്തൂർ എന്ന് പറയുന്നത് തന്നെ കൊടികളുടെ ഒരു നാട് എന്നാണ് അതിന്റെ പഴമക്കാർ കീലത്ത് മുഹമ്മദ് മാഷൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെ, അതൊക്കെ നടന്ന പ്രദേശം, മുബാഹല നടന്ന പ്രദേശമൊക്കെയാണ്. മാത്രമല്ല EN മുഹമ്മദ് മുസ്ലിയാർ അറിയാത്ത ആളുകളും കുറവായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന മേഖലയിൽ മുക്കം ഭാഗങ്ങളിൽ അതുപോലെ തന്നെ ആ വിഭാഗം അവിടെ വളരെ കുറവാണ്. ആ വിഭാഗം ആ പ്രദേശങ്ങളിലൊക്കെ വളരെ കുറവാണ്, വിരളമാണ്. ആ സാധനം ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് പറയുന്നത് പോലെ ചില സീസണിൽ മാത്രം കാണുന്ന ജീവികളാണ് അതൊക്കെ. ഇൻഷാ അല്ലാഹ് മദാറിൽ നിന്നുള്ള, വാടാനപ്പള്ളിയിൽ നിന്നുള്ള ലൈവ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലൈവ് തുടങ്ങിയോ ഫൈസൽ വെള്ളക്കടവ് ലൈവ് തുടങ്ങി? അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം, കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. നമുക്ക് നേരിട്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നേതാക്കളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാമെന്ന് കരുതുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. നെറ്റ് ക്ലിയർ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അവരെ നേരിട്ട് വിളിച്ച് എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കേൾക്കാം, അറിയാം. നിങ്ങളൊക്കെ ലൈവിന് ശേഷം കാത്തിരിക്കണം. ഇനി കിട്ടിയില്ലെങ്കിൽ, അവരൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ നിങ്ങളാരും വിഷമിക്കരുത്, പ്രയാസപ്പെടരുത്, എന്നോട് ദേഷ്യം തോന്നരുത് എന്നുകൂടി ആദ്യമേ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കീലത്ത് മാഷോ അല്ലെങ്കിൽ നാസർ ചെറുവാടി മാഷറോ ആരെങ്കിലുമൊക്കെ ലൈനിൽ കിട്ടുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ ആ പ്രദേശത്തേക്ക് ആളുകളുടെ ഒഴുക്കാണ്. മാത്രമല്ല, ഇതിൽ നിന്ദ്യരായിട്ടുള്ളത്, അപഹാസ്യരായിട്ടുള്ളത് പുത്തൻവാദികളാണ്. സ്വന്തം മക്കൾ തന്നെ വലിയ വലിയ നേതാക്കന്മാരാണ്. അവിടെയൊക്കെ ഇത്തരം ആളുകൾക്ക് വേണ്ടി പ്രസംഗം നടത്തുകയും ഇവരുടെയൊക്കെ പള്ളികളിൽ ഒക്കെ നേതൃത്വം നൽകുകയും ചെയ്യുന്ന ആളുകളാണ്. അവര് തന്നെയാണ് ഈ കാര്യത്തിന് നേതൃത്വം നൽകിയത് എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്നത്. നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഏതെങ്കിലും മഹാന്മാരുടെ ഖബറുകൾ നീളുന്നതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ ഖബറുകൾ പൊങ്ങി വരുന്നതിലോ ഒന്നും നമുക്കെന്തില്ല, സംശയമില്ല, നമുക്ക് തർക്കവുമില്ല. എന്നാൽ തർക്കിക്കുന്ന ആളുകൾക്ക് ഇതൊരു പാഠമാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട EN മുഹമ്മദ് മുസ്ലിയാരുടെ മകൻ ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ലത്തീഫ് സാഹിബ് ഇവരോട് വളരെ വ്യക്തമായി പറഞ്ഞു, അത് നമ്മൾ ചെയ്യുന്നത് ഒരു അനാദരവാണ്, നമ്മൾ അതിൽ കൂട്ടു നിൽക്കരുത്, നിങ്ങളത് ആവശ്യപ്പെടരുത്. അതവിടെ ഒരല്പം കബറ് നീളത്തിൽ കണ്ടതുകൊണ്ട് എന്ത് പ്രശ്നമാണ് അല്ലെങ്കിൽ എന്ത് പ്രയാസമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നൊക്കെ വളരെ മാന്യമായി അവരോട് ചോദിച്ചെങ്കിലും പക്ഷെ അവരൊന്നും വഴങ്ങിയില്ല. അവർക്കത് പരിശോധിച്ചേ പറ്റൂ. സുന്നികൾ കെട്ടിപ്പൊക്കിയതാണ് അല്ലെങ്കിൽ സുന്നികൾ അത് കൃത്രിമമായി നിർമ്മിച്ചതാണ് ഒരു വരുമാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ പണമുണ്ടാക്കാനുള്ള ഒരു വഴിയായി അവർ അതിനെ മാറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും, മാത്രമല്ല സ്വന്തം മക്കൾ തന്നെ നിഷേധിക്കുമ്പോൾ ഭരണകൂടങ്ങൾക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അത് ചെയ്യുകയല്ലാതെ മറ്റു നിവൃത്തിയില്ല. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഏതായാലും അൽഹംദുലില്ലാഹ്